നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ വണ്ടി പതുക്കെയാണ് പോകുന്നത്, കാരണം കയറ്റമായതുകൊണ്ട് നമുക്ക് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഈ മലമുകളിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് മല കാണാൻ പറ്റും. ഈ ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ പാറയുടെ മുകളിലെല്ലാം ഇവിടെ കൃഷിയുണ്ട് കേട്ടോ. ഈ ഭാഗത്തെല്ലാം പാറയാണ്. ഈ കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ ഈ മണ്ണിൻ്റെ ഒരു സാന്നിധ്യമുള്ള ഭാഗങ്ങളാണ്. ഇവിടെ എല്ലാം ഈ റബ്ബറും കാപ്പിയും വാഴയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ടൈറ്റ് കണ്ടോ, ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് നമ്മുടെ ഇൻ്റർലോക്കാണ് ഇട്ടേക്കുന്നുണ്ടോ. ഇവിടെ അതിമനോഹരമായ ഒരു വ്യൂ കൊണ്ട് കാണിക്കാമേ. കണ്ടോ, ഇത് കണ്ടോ, അടിപൊളി ഒരു വ്യൂ അല്ലേ. ശ്രീദേവി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ദുർഗാദേവിയും ശാസ്താവൂടെ ചേർന്ന ഒരു അമ്പലം കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം കാണുന്നത്. മറ്റേ മലമുകളിലെ അമ്പലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലദൈവങ്ങളായിരിക്കും. ഒന്നിലെ ശിവൻ്റെ ക്ഷേത്രം അങ്ങനെയൊക്കെ ആയിരിക്കും. മിക്കവാറും അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ എന്നാലും ദുർഗാദേവി ശാസ്താവോട് ഇരിക്കുന്ന ഒരു ക്ഷേത്രം ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റെവിടെയെങ്കിലും ഇതുപോലെ അമ്പലം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപൂർവമായി തുറക്കുന്ന ഒരു അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പ്രത്യേകം പൂജിക്കുന്നത് മാത്രം ഇവിടെ തുറക്കാറുള്ളെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഇവിടെ റൈഡേഴ്സ് വരുന്നുണ്ടോ. ഇവർ ടീമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേരുണ്ടോ. ഇവർ നേരത്തെ വന്ന് മല ഇറങ്ങി പോയതാണ്. ഇത് ഇവിടെ അടിപൊളി മനോഹരമായ വ്യൂ ഉണ്ട് കേട്ടോ. തെളിഞ്ഞ പ്രദേശം, അടിപൊളി. ഇവിടെ നിരപ്പായ സ്ഥലമുണ്ടോ. അടിപൊളി വ്യൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടു വ്യൂ കാണാം കേട്ടോ. ഓക്കെ, നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. അവിടെ ചോദിച്ചപ്പോൾ ആ കാണുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അധികം ദൂരമില്ല, അപ്പോൾ നമുക്ക് കാണാമല്ലോ. അപ്പോൾ കാണാവുന്ന അടുത്തായി. പക്ഷേ കയറ്റം കയറുന്നതുകൊണ്ട് നമുക്ക് ദൂരെ ഉള്ളതുപോലെ തോന്നും. നല്ല കാലാവസ്ഥ, ബഹളമൊന്നുമില്ല, സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെയും ചെറിയ ചെറിയ വളവുകളുണ്ട് കണ്ടോ. നമ്മൾ റൈഡിന് പോകുമ്പോൾ ശ്രദ്ധിച്ചു പോവാം. ഏറ്റവും കൂടുതൽ സൈൻ ബോർഡൊക്കെ ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര അപകടം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇവിടെ സ്ലോ ചെയ്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ നടന്നു പോകുന്നു. ഇപ്പം അങ്ങോട്ടാണോ എന്നറിയത്തില്ല. ഇപ്പോൾ നമ്മൾ കയറിയ 2 വളവും നല്ല വളവാണ് കേട്ടോ. ഇത് നല്ല ഹെയർപിൻ പോലത്തെ ഒരു വളവാണ് കേട്ടോ. നിങ്ങൾ വരുമ്പോൾ മാക്സിമം ഒരു 8 മണിക്ക് മുമ്പ് വരാൻ നോക്കുക. അപ്പോൾ ആ ടൈമിനുള്ളിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോട നിറഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. അതുമല്ല കയറ്റം കയറുമ്പോൾ അത്ര ക്ഷീണവും തോന്നത്തില്ല. ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് വളരെ ലേറ്റായിട്ടാണ് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഉച്ച കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയമുണ്ടല്ലോ, ആ വെയിൽ താന്ന് ഇരിക്കുന്ന സമയത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. സൂപ്പർ വ്യൂ അല്ലേ. ഇവിടെയുള്ള മരങ്ങളെല്ലാം ഈ റൈറ്റ് സൈഡിലെല്ലാം വെട്ടിയെടുത്ത് തോന്നുന്നു കേട്ടോ. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കണം. ഈ ഭാഗത്തോട്ട് വരുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒരു 90s ഒരു കാലാവസ്ഥ തോന്നുന്നു. നമുക്ക് ആ ഒരു ഫീലിങ്ങും ഒക്കെ തോന്നും.
പണ്ട് കാലങ്ങളിൽ ഇവിടെ ആത്മീയ ദർശനം കിട്ടിയവർ തപസ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കാറുണ്ട്. കോട്ടയത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു പോയിന്റാണ് ഇത്. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു നരകപാലം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. രാജകീയ കാലഘട്ടത്തിലൊക്കെ അവരെ ഇവിടെ കൊണ്ടുവന്ന കള്ളന്മാരെ അവരുടെ ധൈര്യം പരീക്ഷിക്കാൻ വേണ്ടി ഇതുവഴി നടത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് കഥ. ചെറിയ കാടിൻ്റെ ഭാഗമാണെങ്കിൽ ഇവിടെ എല്ലാം ചെറിയ ചെറിയ മരങ്ങളാണുള്ളത്. പാറ ആയതുകൊണ്ടായിരിക്കും ചെറിയ മരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കാട് പോലെ വന്നേനെ. ഇതൊക്കെ ആണെങ്കിലും ഞങ്ങൾ രാവിലെ 2-3 ഇഡലി കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. 2-3 എണ്ണം. എനിക്ക് തോന്നുന്നു ഈ കയറ്റം കണ്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും കഴിച്ചതെല്ലാം ദഹിച്ചിറങ്ങും. മിക്കവാറും അത് നടക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു നല്ല വളമാണ്. ഇവിടെ പാറ പൊട്ടിച്ചെടുത്തേക്കുക വഴിക്ക് വേണ്ടി. പഴയ ഈ പരസ്യ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? സ്റ്റീൽ സ്ട്രക്ചറല്ല ഉണ്ടോ? വാവ്, എന്ത് സുന്ദരമായ കാഴ്ച കണ്ടോ. മലയാണ്, നമ്മുടെ മുമ്പിൽ മല കാണാൻ പറ്റും നമുക്ക്. കണ്ടോ, ഈ വളവിൽ നല്ല പോയിന്റ് ഉണ്ട് കേട്ടോ, നല്ല വ്യൂ ആ. ഇവിടെ ആ സൈഡിലും ഉണ്ട് മലകൾ കാണാം. ഓക്കെ, ഇങ്ങനെ താഴെ നിന്ന് മല കയറി വരുമോ? നമ്മൾ വന്ന വഴി കേട്ടോ. അവിടെ നിന്ന് അരുൺ ഇവിടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് പോകാനുള്ള താല്പര്യമില്ലെന്ന് തോന്നുന്നു ആശാന. കേരളത്തിൽ എവിടെ ചെന്നാലും ഈ പുൽച്ചെടി കാണാൻ പറ്റും. നമ്മുടെ സ്വന്തം സാരഥി റൈഡർ കയറ്റം കയറി ക്ഷീണിച്ച ആള്. സത്യം പറയാൻ നല്ല ലോഡ് വലിച്ചു കേട്ടോ ആശാൻ. ഗൈസ്, ദയവായി എല്ലാവരും ഈ പ്ലേസൊക്കെ പോയി കാണാം, സന്തോഷമായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള പ്ലേസിൽ ആദ്യം സൃഷ്ടിക്കപ്പെടുന്ന വഴികളായിരിക്കും. അതിനുശേഷമാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നു ചേരുന്നത്. ആടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആനത്താരകളാണ്. ആ വഴിയാണ് മനുഷ്യൻ പിന്നെ നടക്കാൻ ഉപയോഗിച്ചിരുന്നത്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ, മലകൾ കാണാൻ. എല്ലാം പാറകളാണ്. പാറയിൽ ചെറിയ ചെറിയ വൃക്ഷങ്ങളും ചെറിയ പുൽച്ചെടികളും വളർന്ന് നിൽക്കുന്നത്. ഓക്കെ, ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണേ.